ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുടി കൊഴിച്ചിൽ മാറി മുടി നല്ല തിക്കായിട്ട് വളരുന്നതിന് വീട്ടിൽ തന്നെ നമുക്കിന്ന് നല്ലൊരു എണ്ണ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ആദ്യമായി ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ചെമ്പരത്തി 5 ഇതളുള്ള ചെമ്പരത്തിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 30 ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട്. ഒരു 3 വലിയ സവാള തൊലി കളഞ്ഞ് ചെറിയ പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ ഉലുവ. ഇനി 2 നല്ല കൈപ്പിടി കറിവേപ്പില, 2-3 പിടി കറിവേപ്പില എടുക്കാം നമുക്ക്. 4-5 വലിയ തണ്ട് അലോവേര നന്നായിട്ട് കഴുകി ചെറിയ പീസസ് ആക്കി വെള്ളത്തിലിടണം. അഞ്ചനക്കല്ല് 25 ഗ്രാം അഞ്ചനക്കല്ല്, അത് പൊടിച്ചെടുക്കണം. കയ്യോന്നി, അതും ഒരു 3-4 വലിയ പ്ലാന്റ്സ് എടുക്കാം. എനിക്കൊരു 3 പ്ലാന്റേ കിട്ടിയിട്ടുള്ളൂ. അത് നന്നായിട്ട് കഴുകി മണ്ണെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി ഒരു മിക്സിയുടെ ബൗളിലേക്ക് നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഒരു 7-8 നെല്ലിക്ക കുരു മാറ്റി അതും സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. കറിവേപ്പില കുറേശ്ശെയായിട്ട് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. ഒട്ടും വെള്ളമില്ലാതെ വേണം ഇത് അരയ്ക്കാൻ. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കിയ കയ്യോന്നി, ഭൃംഗരാജ് എന്ന് പറയും, മുടിക്ക് നല്ല കറുപ്പ് നൽകുന്നതാണ് ഈ കയ്യെണ്ണയം. ഇനി അലോവേര ചെറിയ പീസസ് ആക്കി നമ്മൾ വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ട് വേണം അലോവേര അരച്ചെടുക്കാൻ. കരിഞ്ജീരകം 4 ടേബിൾ സ്പൂൺ കരിഞ്ജീരകം, പിന്നെ ചെമ്പരത്തിയുടെ ഇത് അരച്ചെടുക്കണം. ഞാനിവിടെ കാസ്റ്റർ ഓയിലാണ് പകുതി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാസ്റ്റർ ഓയിൽ മാറ്റി മുഴുവൻ വെളിച്ചെണ്ണ തന്നെ എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 600 മില്ലി എണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പകുതി കാസ്റ്റർ ഓയിലും പകുതി വെളിച്ചെണ്ണയും. ഇനി ഉരുളിയിലോ ഇരുമ്പ് ചീനിച്ചട്ടിയിലോ വേണം നമ്മൾ എണ്ണ കാച്ചിയെടുക്കാനായിട്ട്. ഇനി വെളിച്ചെണ്ണ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ എല്ലാം കൂടെ നന്നായിട്ട് അരച്ച് വെച്ചിരിക്കുന്ന ഈ പേസ്റ്റ് നമുക്ക് എണ്ണയിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തീ കത്തിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തുടരെ ഇളക്കണം. ഏകദേശം 1 മണിക്കൂറോളം വേണം നമ്മൾ ഈ എണ്ണ തയ്യാറാക്കിയെടുക്കാനായിട്ട്. അഞ്ചനക്കല്ല് പൊടിച്ചതും നീലയമരിയൊക്കെ ചേർത്താണ് നമ്മൾ ഈ എണ്ണ തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. വീട്ടിൽ തന്നെ നമുക്ക് പണ്ട് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിരുന്ന എണ്ണയാണ്. നമുക്ക് ഇങ്ങനെ മുടി വളരാനായിട്ട് എണ്ണ കാച്ചി തരുമായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. മുടി നല്ല തിക്കായിട്ട് വളരുന്നതിനും അകാല നര മാറുന്നതിനും മുടി കൊഴിച്ചിൽ മാറുന്നതിനും താരൻ മാറുന്നതിനും ഒക്കെ വളരെ നല്ലൊരു എണ്ണയാണ്. മുടി നല്ല കരുത്തോടെ വളരും, നല്ല കറുപ്പ് നിറം കിട്ടും മുടിക്ക്. അപ്പോൾ എണ്ണ നമ്മൾ തുടരെ ഇളക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ തുടരെ ഇളക്കി ഇതിലെ ജലാംശമെല്ലാം വറ്റിക്കണം. അപ്പോൾ ഇതിൻ്റെ പതയുടെ ഒരു വ്യത്യാസം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ആദ്യത്തെ ആ സ്റ്റേജിൽ നിന്ന് മാറി പതയുടെ ആ ഫോമൊക്കെ ഒന്ന് മാറി വരും. ബബിൾസൊക്കെ മാറി വരുന്നത് നമുക്ക് കാണാം. തുടരെ ഇളക്കി കൊടുക്കണം. ഫ്ലെയിം കൂടി പോകാതെ നോക്കണം. പത വേറൊരു ഫോമിലായിട്ടുണ്ട്. എണ്ണ കൂടുതൽ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് തുടരെ ഇളക്കി കൊടുക്കാം. കുറച്ച് നേരം കൂടെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഒരുവിധം മൂത്ത ഒരു മണം വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക് ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് പൊട്ടുന്ന ഒരു പരുവമാണെങ്കിൽ എണ്ണ പാകമായെന്ന് നമുക്ക് മനസ്സിലാക്കാം. തുടരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മൾ ചേർത്ത ആ പേസ്റ്റെല്ലാം നല്ലപോലെ മൂത്ത് വരും. അതൊരു നല്ല ബ്രൗൺ നിറമാകും. പരുവമാകുമ്പോഴത്തേക്ക് അന്നേരം നമുക്ക് മനസ്സിലാക്കാം. വീണ്ടും തുടരെ ഇളക്കി കൊടുക്കണം. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ ഇത് മുഴുവൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. നമുക്കിനി ഒരു ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. പനിയൊക്കെ വരാതിരിക്കാൻ ജീരകം ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്.
കുരുമുളകും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ജീരകവും 1 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് അത് പൊട്ടുന്ന ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ എണ്ണ പാകമായെന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ അല്പസമയം കഴിഞ്ഞ് 1 ടീസ്പൂൺ ജീരകം കൂടെ നമുക്കൊന്ന് ചേർത്ത് നോക്കാം. എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ആദ്യം ചേർത്ത പേസ്റ്റ് നല്ലൊരു ബ്രൗൺ കളറിലേക്ക് വരും. ഫ്ലെയിം കൂടി പോകാതെ നോക്കണം. തുടരെ ഇളക്കി പത നന്നായിട്ട് വറ്റി വരുമ്പോഴത്തേക്ക് പത നന്നായിട്ട് കുറഞ്ഞു വരും. നന്നായിട്ട് കുറഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് അടുപ്പിൽ നിന്നിത് വാങ്ങാം. ഈ സമയത്ത് നമുക്ക് നീലയമരിപ്പൊടി ഒരു 3 ടേബിൾ സ്പൂൺ നീലയമരിപ്പൊടി ചേർത്ത് കൊടുക്കാം. വാങ്ങുന്നതിന് കുറേ മുമ്പ് ചേർത്താൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തുടരെ ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് അഞ്ചനക്കല്ല് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉരുളി വാങ്ങി വെച്ച് എണ്ണ തണുക്കുന്നതിനായിട്ട് ഇത് കണ്ടില്ലേ, നന്നായിട്ടിത് മൂത്ത് വന്നിട്ടുണ്ട്. നല്ല ഡാർക്ക് ബ്രൗൺ കളറിൽ നമ്മൾ അരച്ച് ചേർത്ത പേസ്റ്റൊക്കെ നന്നായിട്ട് മൂത്ത് നല്ല ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. എണ്ണയാണെങ്കിൽ നല്ല ക്ലിയറായിട്ട് നല്ല പച്ച നിറത്തിൽ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ഉണങ്ങിയൊരു ബൗളിന് മുകളിലേക്ക് അരിപ്പ വെച്ചിട്ട് അതിന് മുകളിൽ നല്ല വൃത്തിയുള്ള ഉണങ്ങിയ ഒരു തുണി വെച്ചിട്ട് നമുക്ക് കുറേശ്ശെയായിട്ടത് കോരി ഒഴിച്ച് അരിച്ചെടുക്കാം. നന്നായിട്ട് അരിച്ചെടുത്ത് ഒരുവിധം തണുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് ഉണങ്ങിയ ഗ്ലാസ് ബോട്ടിലിലേക്ക് നമുക്കിത് ചേർക്കാം. ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് അടച്ച് സൂക്ഷിക്കാം. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് അറിയിക്കണം. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു.